ഹൈലൈറ്റിന്റെ ബാക്കിൽ വരുമെന്ന് എനിക്ക് ഏ അറിയൂല. അത് ഹൈലൈറ്റിലൊന്നും വേണ്ടെന്ന് എന്റെ ദൈവം. ഹൈലൈറ്റ് ഒന്നും വേണ്ട. ഹൈലൈറ്റ് വേണം. എന്നാ വിശ്വസേട്ട വായിക്കിപ്പ് വരാം. ആ ഓക്കെ. ഇന്ന പക്കി എന്നെ പക്കി സാപ്പിടാമ എന്നെ പണിയിട്ട് ഇരിക്കുന്നു പറയുന്നുണ്ട് നമ്മുടെ മഹേഷ് പുകൾ. റിക്വസ്റ്റ് വിഷ്ണു ചേട്ടാ എന്ന് പറയുന്നുണ്ട്. ജസിൻ വന്നല്ലോ എന്റെ മോൻ എന്ന് പറയുന്നുണ്ട് അമ്മ. രാജാവ് വന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ രാഹുല്. വെൽക്കം എന്ന് പറയുന്നുണ്ട് അമ്മ. ദേ വന്ന് എന്റെ ചേട്ടൻ എന്ന് പറയുന്നുണ്ട് പ്രിയ. കേൾക്കാം എന്ന് പറയുന്നുണ്ട് പ്രിയ. സുജി സ്റ്റക്ക് ആണെന്ന് പറയുന്നുണ്ട് പ്രിയ. ചേട്ടൻ വായിക്കുന്നു പറയുന്നുണ്ട് പ്രിയ. വേഗം വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട് സാംബ്രോ. സുജി മ്യൂട്ട് ആക്കിക്കോ എന്ന് പറയുന്നുണ്ട് പ്രിയ. ഹായ് രാവൻജി എന്ന് പറയുന്നുണ്ട് സാംബ്രോ. കിങ് ആകെയ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജസിൻ. ഫേസ് വന്നെന്ന് പറയുന്നുണ്ട് പ്രിയ. പൊക്കോ ഫേസ് വരട്ടെ പൊക്കോ എന്ന് പറയുന്നുണ്ട് അമ്മ. സാംബ്രോ ഹായ് പറയുന്നുണ്ട്. ദേ പോയി എന്ന് പറയുന്നുണ്ട് പ്രിയ. ഫേസ് അവിടെ ഫേസ് അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഒരു മിനിറ്റ് എനിക്കൊരു കോള് വരുന്നേ. ഫേസ് അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ദേ പോയി എന്ന് പറയുന്നുണ്ട്. ജസ്റ്റിൻ ചേട്ടാ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചില്ല. ഞാൻ ഫുഡ് കഴിച്ചില്ല. അമ്മയ്ക്ക് ടീ കൊടുക്ക് പനിയാന്ന് പറയുന്നുണ്ട് അമ്മ. കാർത്തിക് വന്നിട്ടുണ്ട്. കാർത്തിക് ലൈവിലേക്ക് സ്വാഗതം. കാർത്തിക് ഹായ് പറയുന്നുണ്ട്. വിഷ്ണുജി എന്താ വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് വിശേഷം ബ്രോ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ആരാ അപ്പുറത്തുനിന്ന് ചോദിക്കുന്നുണ്ട്. ദാ ഫേസ് കണ്ടില്ലേ. മഹേഷ് സുജിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് പറയുന്നുണ്ട് പ്രിയ. അതും പോയി ഇതും പോയി എന്ന് പറയുന്നുണ്ട് അമ്മ. ഞാൻ പോകുക എന്ന് പറയുന്നുണ്ട്. അമ്മ പോവല്ല, അമ്മ എവിടെ ഇരി. ഞാൻ പോകുക, കമ്മിറ്റി ഉണ്ട്, പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. എന്ത് കമ്മിറ്റിയാണ് രാവിലെ. വിഷ്ണു ചേട്ടാ പാട്ട് എന്ന് പറയുന്നുണ്ട്. പാടാം. ആഹാ കലക്കി ഡി പി എന്ന് പറയുന്നുണ്ട് പ്രിയ. ദേ വന്ന് രാവണൻ എന്ന് പറയുന്നുണ്ട് പ്രിയ. ഈ തല ഇതല്ല ഒറിജിനൽ ബാപ്പ എന്ന് പറയുന്നുണ്ട് അമ്മ. ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുക, പിന്നെ വരാമെന്ന് പറയുന്നുണ്ട് കാർത്തി. കാൾ വന്നു തീർന്നു, ഇനി വോയിസ് കേൾക്കൂല എന്ന് പറയുന്നുണ്ട് പ്രിയ. ഫേസ് കാണിച്ചാൽ വരും എന്ന് പറയുന്നുണ്ട് അമ്മ. അപ്പൊ അമ്മയുടെ പിണക്കം പറ്റാൻ നമുക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാം. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ്. കൊടിപ്പാവെടുത്ത് കണിത്താലവുമായി വിഷു കൈനീട്ടമിൻ കയ്യിൽ തരുമ്പോൾ എന്റെ മിഴി രണ്ടും നിറയും, ഞാൻ തൊഴുതു കാടി വീഴും. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ, ഈ മുറ്റത്തെ തുളസി സിന്ദൂരപ്പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യനുദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യനുദിച്ചിരുന്നു. വാത്സല്യത്തിരയിലകും ഈ സ്നേഹക്കടലിലെന്നും ചിക്കി വിളയുമല്ലോ, കരുണകൻ മുത്തുപൊഴിയുമല്ലോ. ഊണനിലാവല്ലേ അമ്മയെന്നും നന്മ മരമല്ലേ, ആരേ